ദൈവനാമത്തിന് മഹത്വം കരയേറ്റുന്നു. പിന്നെയും ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ താഴ്ത്തുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ നാം ലേഖനം 7-ാം അധ്യായം നാം ചിന്തിക്കുന്നു. ഈ ലേഖനത്തിലെ 3-ാമത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കൊരിന്ത്യർ അയച്ച എഴുത്തിന്റെ മറുപടിയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 1-ാമത്തെ ഭാഗം 7-ാം അധ്യായത്തിൽ നിന്നാണ്, വിവാഹം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ. ഇതിനെ നമ്മൾ 4ആയിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. 1-ാമത്തെ ഭാഗം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, വിവാഹത്തോട് അനുബന്ധിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചിന്തിച്ചു. 2-ാമത്തെ ഭാഗം 8 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ, വിവിധ ഗ്രൂപ്പുകാർക്കായിട്ടുള്ള ഉപദേശങ്ങൾ. 3-ാം ഭാഗം അതിന്റെ 17 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ, വിളിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരുവാനുള്ള പ്രബോധനം. 2-3 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചല്ലോ. അതിന്റെ 4-ാമത്തെ ഭാഗമാണ് ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത്. 25 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങൾ, അവിവാഹിതരോടുള്ള ഉപദേശം. അതിന്റെ 25-ാമത്തെ വാക്യം ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് 1 Corinthians chapter 7 verse 25 to 40. verse 25. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചതിനായി ഞാൻ അഭിപ്രായം പറയുന്നു. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല. കന്യകമാരെ കുറിച്ച് അവരെഴുതി ചോദിച്ചിരിക്കാം. അവിവാഹിതരായിട്ട് ജീവിച്ചു കൊള്ളാമെന്ന തീരുമാനമെടുത്ത കന്യകമാരുണ്ടാകാം. വോ ഓഫ് സെലിബസി. ഇവരെ കുറിച്ച് കർത്താവ് കൽപ്പിച്ചിട്ടില്ല. സ്തോത്രം. എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. കർത്താവിന്റെ കരുണ ലഭിച്ചവൻ അല്ലെങ്കിൽ വിശ്വസ്തൻ എന്ന നിലയിൽ പൗലോസ് തന്റെ അഭിപ്രായം പറയുന്നു. പാർഥിയോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ ശരിയായിട്ടുള്ള പരിഭാഷയാണ് കന്യകമാർ എന്നത്. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ അവിവാഹിതരായ പുരുഷനെയും സ്ത്രീയെയും അപ്പോസ്തലനായ പൗലോസ് പരാമർശിക്കുന്നതായിട്ട് കാണാം നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്യങ്ങളിൽ. സ്തോത്രം. 26-ാമത്തെ വാക്യം verse 26. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്നെനിക്ക് തോന്നുന്നു. സ്തോത്രം. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം, അതായത് ഈ ലോകത്തിലെ കഷ്ടത, ക്രിസ്ത്യാനികൾ അന്ന് അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതകളും ഉപദ്രവങ്ങളും ഇക്കാലത്ത് നാം അനുഭവിക്കുന്നത് പോലെയുള്ള സംരക്ഷണമില്ലാതെ അവരുടെ ശത്രുക്കളുടെ ദയയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യർ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ ഇരിക്കുക. അതായത് മുകളിൽ പറഞ്ഞതുപോലെ, മുകളിലുള്ള വേദഭാഗങ്ങളിൽ പൗലോസ് പറഞ്ഞതുപോലെ മാനസാന്തരപ്പെട്ടപ്പോൾ ആയിരുന്ന അവസ്ഥയിൽ തുടരുന്നത് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 27-ാമത്തെ വാക്യം verse 27. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ? വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യ ഇല്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത്.
നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ, വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യ ഇല്ലാത്തവനോ, ഭാര്യയെ അന്വേഷിക്കരുത്. സ്തോത്രം. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ, വേർപാട് അന്വേഷിക്കരുത്. ഒരുവൻ വിവാഹിതനാണെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കരുത്. നീ ഭാര്യ ഇല്ലാത്തവനോ, ഭാര്യയെ അന്വേഷിക്കരുത്. അവിവാഹിതൻ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അരുത്. 28-ാം വാക്യം. നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടത ഉണ്ടാകും. അത് നിങ്ങൾക്ക് വരരുതെന്ന് എന്റെ ആഗ്രഹം. നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും. അത് നിങ്ങൾക്കുണ്ടാവരുത് എന്ന് എന്റെ ആഗ്രഹം. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. അതായത് വിവാഹം കഴിക്കുന്നത് തെറ്റല്ല. എന്തോ പൗലോസ് നീ പറയുന്നേ? ഏതെങ്കിലും ഒരു കാര്യം അങ്ങ് ഉറപ്പിച്ചു പറ, അല്ലേ? ഇത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ലേ? ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കാതെ. സ്തോത്രം. തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ആവശ്യവും പ്രയോജനവുമാണോ എന്ന് തീരുമാനിക്കുക വേണ്ടത്. സ്തോത്രം. പൗലോസ് പറയുന്നു, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും. ജഡത്തിൽ കഷ്ടത എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ ശാരീരികമായ പ്രയാസം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ജീവിതത്തിലെ വിവിധ പോരാട്ടങ്ങളും കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുമെന്ന അർത്ഥത്തിലാണ് പൗലോസ് പറയുന്നത്. ശാരീരികമായിട്ടുള്ള പ്രയാസം മാത്രമല്ല, കുടുംബത്തെ പോറ്റുക എന്ന് പറയുന്നത് ശാരീരികമായ അധ്വാനം അതിന്റെ പുറകിലുണ്ട്. ജോലിക്ക് പോകണം, അവരെ അന്വേഷിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ശാരീരികമായിട്ടുള്ള കഷ്ടത, ശാരീരികമായിട്ടുള്ള പ്രയാസം അതുണ്ട്. അത് മാത്രമല്ല, ജീവിതത്തിലെ പോരാട്ടങ്ങളുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടാല് ദിവസം കേൾക്കുന്നത് ഗാർഹിക പീഡനം, അല്ലേ? ടോർച്ചറിങ്. ഈ കഴിഞ്ഞ ചില മാസങ്ങളിൽ എത്ര കുഞ്ഞുങ്ങളാ, എത്ര പെൺകുട്ടികളാണ് മരണപ്പെട്ടത്? അതില്ലാത്ത ന്യൂസ് ഇല്ല. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ കൂടുതൽ വന്നതോടെ, ഈ കൊറോണ തുടങ്ങിയതോടെ ഈ വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മൊബൈലുണ്ട്. അതുവരെ ഈ മൊബൈൽ ഉപയോഗിക്കാതിരുന്ന സ്ത്രീകൾ മുഴുവനും ഇതിലിപ്പോ എക്സ്പേർട്ടായി. അല്ലെ, കുരങ്ങന്റെ കൈ പൂമാല കിട്ടിയ മാതിരി ഇത് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാണുന്നത് സത്യമാണെന്നോ എന്തോ ഒരു പിടിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്ത് ലെവലിൽ, വാർഡ് തലത്തിൽ മുതൽ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം ഈ കാണുന്ന സത്യമാണോ? സ്വന്തം കുഞ്ഞിനെ അവരെ കൊന്നിട്ട് ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഒരു ഫേക്ക് അക്കൗണ്ട്, അവിടെ പുറകിൽ അങ്ങ് പോവാ. എന്തൊക്കെ ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. സ്തോത്രം. വിവാഹം കഴിച്ചാൽ കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളും കൂടും. നമ്മുടെ സർക്കിൾ വലുതാകുന്ന അർത്ഥം. തന്നെ ആയിരുന്നെങ്കിൽ ഒരപ്പനും അമ്മയും ഉള്ളായിരുന്നു, അല്ലേ? കല്യാണം കഴിഞ്ഞപ്പോ രണ്ടപ്പനും രണ്ടമ്മയായി. അളിയൻ വന്നു, അളിയന്റെ കുടുംബമായി. ഭാര്യയ്ക്ക് സഹോദരി ഉണ്ടെങ്കിൽ ഭാര്യയുടെ സഹോദരി, അവരുടെ കുടുംബമായി. പിന്നെ അമ്മായിപ്പന്റെ ചേട്ടനനിയന്മാരുണ്ടെങ്കിൽ അവരെല്ലാം അതിനകത്ത് കുടുംബമായിട്ട് വന്നു, അവരുടെ പിള്ളേർ വന്നു. അമ്മായിയമ്മയുടെ ബന്ധത്തിലുള്ള ആളുകൾ മുഴുവൻ വന്നില്ലേ? സർക്കിൾ കൂടിയില്ലേ? ഇവരുടെ എല്ലാം ആവശ്യങ്ങൾക്ക് നമുക്ക് പോകണം. പൗലോസ് പറയുന്നു, ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും. അത് നിങ്ങൾക്ക് വരരുത് എന്നെന്റെ ആഗ്രഹം. സ്തോത്രം.
29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. സ്തോത്രം. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. സ്തോത്രം. സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, എന്ത്? കാലം ചുരുങ്ങിയിരിക്കുന്നു. അതായത് നമുക്ക് അനുവദിച്ച സമയം തീരാറായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുമ്പോൾ 2000 ആണ്ട് കഴിഞ്ഞ കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണത്തില്ല. ആ ഒരു ചിന്തയിലല്ല ഇത് എഴുതുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. സ്തോത്രം. കാലം ചുരുങ്ങിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം എടുത്താട്ട് 13-ാം അധ്യായം അതിന്റെ 11-12 വേദഭാഗങ്ങൾ. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11 and 12. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. നമ്മൾ പഠിച്ച വേദഭാഗമാണല്ലോ ഇത്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, വിവാഹ കർത്തവ്യങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കണമെന്നല്ല, ഭാര്യയെ കരുതാതിരിക്കണം എന്നുമല്ല ഇവിടുത്തെ ആശയം. ഇതെല്ലാം ശാശ്വത യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ കാണണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അവരെ നോക്കണ്ട, ഭാര്യയെ കരുതരുതെന്നൊന്നും അർത്ഥമില്ല. ഇത് വായിച്ചിട്ട് പോയിട്ട് അത് പ്രമാണിക്കല്ലേ? എന്താ പൗലോസ് ഉദ്ദേശിക്കുന്നെന്നുള്ളത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുക. സ്തോത്രം. ഇനി വരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തില് നമുക്ക് ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും സമയമില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. ദൈവത്തിന് സ്തോത്രം. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് നൽകിയ സ്ഥാനം മറ്റൊന്നും അപഹരിക്കരുതെന്ന ആശയം. സ്തോത്രം. കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തിൽ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയുമായിരിക്കണം. ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. നമ്മുടെ ജീവിത ലക്ഷ്യം ലോകസുഖം അനുഭവിക്കുക എന്നതായിരിക്കരുത്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ലോകം മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ഉപാധി മാത്രമാണ്. അതിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ല.
ഒരിക്കൽ കൂടി പറയാം. ലോകം മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ഉപാധി മാത്രമാണ്. അതിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ല. ചോദ്യം, ലോകത്തിൽ നാം ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? കാറ്, വീട്, വസ്തു, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ഉണ്ടാക്കുക, നേടുക. ഇതാണോ ലക്ഷ്യം? ഇതല്ല ലക്ഷ്യം. നമുക്ക് ദൈവം ഈ ലോകത്തിൽ തന്ന നന്മകൾ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഉപാധി മാത്രമാണ്. ഇവ നമ്മെ നിത്യതയ്ക്കായി കരുപ്പിടിപ്പിക്കുന്ന മൂശയ. ഈ മെറ്റൽ കാസ്റ്റിംഗ് നമുക്കറിയാമല്ലോ. മൂശ തകർന്നു പോകുവാനുള്ളതാ. അതിൽ കരുപ്പിടിപ്പിച്ചത് മാത്രം നിലനിൽക്കും, അതിൽ ഉണ്ടാക്കിയത് മാത്രം നിലനിൽക്കും. ഈ കാര്യം നമ്മൾ അറിയുക. കാറെ കയറുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, ഓഫീസിൽ കയറുമ്പോൾ ഒന്നോർത്തോണം, ഇതൊക്കെ ഒരു മൂശയാ. നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തിൽ തന്നിരിക്കുന്ന നന്മകളായതൊക്കെ. നമ്മുടെ ലക്ഷ്യം ഇതല്ല. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് നിത്യതയാണ്. ഈ ലോകം ആ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ഉപാധി മാത്രം. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. ഇന്ന് നമുക്കുള്ള സകലതും നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ വീടും പോവും, നമ്മുടെ കാറും പോവും, നമ്മുടെ ബാങ്ക് ബാലൻസും പോവും, നമ്മുടെ ജോലിയും പോവും, സകലതും പോകും. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. ഇവിടെ തന്നിരിക്കുന്ന സകല നന്മകളും ഒഴിഞ്ഞു പോകുന്നതാ. ഈ ലോകമെന്ന് പറയുന്നത് ആ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ഉപാധി മാത്രമാണ്. അതല്ല നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. 7-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ 1 കൊരിന്ത്യരിലെ 9-ാം പുതിയ നിയമ പ്രവചനം. സ്തോത്രം. 8-ാമത്തെ പുതിയ നിയമ പ്രവചനം നമ്മൾ 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ചിന്തിച്ചു. ഇത് 1 കൊരിന്ത്യരിലെ 9-ാം പുതിയ നിയമ പ്രവചനം. മടങ്ങി വരുന്നു 32-ാമത്തെ വാക്യത്തിലേക്ക്. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ളത് ചെയ്യുന്നു. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഒരു വിവാഹിതന് കുടുംബഭാര ചിന്തകൾ ഇല്ലാതിരിക്കുവാൻ സാധ്യമല്ല. 100% അതുണ്ടാകും. അതില്ലാത്ത മനുഷ്യനല്ല, അല്ലേ? സ്തോത്രം. ഒരു വിവാഹിതനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ഭാര ചിന്തകൾ, കുടുംബത്തിൻ്റെതായിട്ടുള്ള ഭാരവും അതിന്റെ ചിന്തകളും അവനുണ്ടാകും. ഒരു കാരണവശാലും അത് ഇല്ലാതിരിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. പിന്നീട് നാം വായിക്കുന്നു, വിവാഹം ചെയ്യാത്തവൻ, അവന് കുടുംബത്തെ കുറിച്ചുള്ള ചിന്താകുലൊന്നുമില്ല. അവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ളത് ചെയ്യുന്നു. ചുരുക്കത്തിൽ യാതൊന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ദൈവിക കാര്യങ്ങളിൽ ഏകാഗ്രതയോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം അവന് കഴിയുമെന്ന് സാരം. കാരണം മറ്റുള്ള ചിന്തകളൊന്നുമില്ല. ഭാര്യയും പിള്ളേരും അവരുടെ വിഷയങ്ങളൊന്നും അവനില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ
ദൈവിക കാര്യങ്ങളിൽ ഏകാഗ്രതയോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം അവന് സാധിക്കും ഒരു വിവാഹിതനേക്കാൾ. 33-ാമത്തെ വാക്യം. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹിതന് ഭാര്യയെ പ്രസാദിപ്പിക്കണം, അവൻ ജീവിച്ചു പോകണമെങ്കിൽ, അല്ലേ? സ്തോത്രം. വിവാഹിതന് ഭാര്യയെ പ്രസാദിപ്പിക്കണം. ഈ നല്ലൊരു ശതമാനം ആളുകളും ഗൾഫിൽ വന്നതിന്റെ കാരണം എന്താ? പണ്ട് കൊടിയൊക്കെ പിടിച്ച് നടന്നതാ, ഇല്ലയോ? അവകാശങ്ങൾ നേടിയെടുക്കും, മരണം വരെയും സമരം ചെയ്യുമെന്നൊക്കെ കൊടി പിടിച്ചുകൊണ്ട് നടന്ന ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് യാതൊരു പ്രശ്നമില്ലാതെ ജോലി ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ശമ്പളം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അവകാശം കിട്ടിയില്ലെങ്കിൽ സമരവും വേണ്ട, ഒന്നും വേണ്ട. എന്തുകൊണ്ടാ വരുന്നത്? പ്രാരാബ്ധം, അല്ലേ? സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹിതന് ഭാര്യയെ പ്രസാദിപ്പിക്കേണ്ടതിനാൽ അവന് ലോകകാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടണം. ഒരു വിവാഹിതനെ സംബന്ധിച്ചിടത്തോളം അവന് തന്റെ ഭാര്യയെ പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യമാകയാൽ ഈ ലോകകാര്യങ്ങളിൽ അവൻ കൂടുതൽ ഇൻവോൾവ് ആകണം. സ്തോത്രം. മടങ്ങി വരുന്നു 34-ാമത്തെ വാക്യം. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. സ്തോത്രം. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നു, ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. അതായത് കന്യക ശരീരത്തിലും ആത്മാവിലും കൂടുതൽ വിശുദ്ധി പാലിക്കുകയും കർത്താവിനുള്ളത് ചിന്തിക്കുവാൻ കൂടുതൽ അവസരമെടുക്കുകയും ചെയ്യുന്നു. സ്തോത്രം. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹിതയായവൾ കൂടുതൽ ബദ്ധപ്പാടോടെ ഭർത്താവിനെയും, ബ്രാക്കറ്റ് ഞാൻ പറയുന്നു, ദൈവത്തെയും പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഈ ദൈവത്തെയും എന്നുള്ളത് ഞാൻ ബ്രാക്കറ്റിൽ ഇടുക, സബ്ജക്ട് ടു അവൈലബിലിറ്റി. ശരിയല്ലേ? സഹോദരിമാരുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയാൽ മതി. ഒത്തിരി കാര്യങ്ങള് കുടുംബത്തിന് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരവും ദൈവസന്നിധിയിൽ ധ്യാനിക്കാനുള്ള സമയമൊക്കെ കണ്ടെത്തുന്നു. ഒരുപാട് ബന്ധപ്പാടുണ്ട്, അല്ലേ? സ്തോത്രം. അപ്പോൾ ഒരു വിവാഹിതയെ സംബന്ധിച്ചിടത്തോളം അവൾ കൂടുതൽ ബന്ധപ്പാടോടെ ഭർത്താവിനെയും അതുപോലെ ദൈവത്തെയും പ്രസാദിപ്പിക്കുവാൻ തക്കൊണ്ട് ശ്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വിവാഹിതരായ പുരുഷനും സ്ത്രീക്കും കുടുംബ സംബന്ധമായ പലവിധ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർ അത് അനുഷ്ഠിക്കുകയും വേണം. ദൈവത്തിന് സ്തോത്രം. 35-ാം വാക്യം. ഞാൻ ഇത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതിനും
നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത്രേ പറയുന്നത്. ഞാനിത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല. കല്യാണം കഴിക്കാത്തവരൊക്കെ ഇരുന്ന് ഇത് വായിക്കുന്നുണ്ട്, ഇത് അവരിത് ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നു, ഞാനിത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കിൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിന് അത്രേ പറയുന്നത്. ഇത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല. ഈ വാക്ക് പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. വഴിയിൽ തടസ്സം സൃഷ്ടിച്ച് ഒരു മൃഗത്തിന്റെ സ്വാതന്ത്ര്യം തടയുക എന്നർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ഈ പക്ഷിയൊക്കെ പിടിക്കുന്നുണ്ടെ കുടുക്ക് വെക്കുമല്ലോ. അവിവാഹിത ജീവിതത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞത് അവർക്കതൊരു കുടുക്കായി തീരുവാനല്ല, മറിച്ച് അവർക്ക് കൂടുതൽ നന്മയ്ക്കും പ്രയോജനത്തിനുമായി തീരാനാണ് ഇത് പറയുന്നത്. ഞാനിത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കിൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിന് അത്രേ പറയുന്നത്. 36-ാം വാക്യം. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. ഇനിയുള്ള 3 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കുക. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. കുറച്ച് പ്രയാസം മനസ്സിലാക്കാൻ. ഈ വാക്യം പല ഇംഗ്ലീഷ് പരിഭാഷകളിലും പല നിലയിലുള്ള ആശയങ്ങൾ നൽകി തരും. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമായത്. സ്തോത്രം. എന്നാൽ അവിടെ തുടങ്ങുന്നത് അങ്ങനെയാണ്. അതായത് മുകളിൽ പറഞ്ഞ വാക്യത്തോടുള്ള ബന്ധത്തിലും പൗലോസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തിപരമായി ഞാൻ പറയാം, എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലും ന്യൂ KJVയിലെ പരിഭാഷ ഞാൻ വായിക്കുന്നു. ഇത് ഓരോ പരിഭാഷയിലും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഫുൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. KJVയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ന്യൂ KJVയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഇഫ് എനി മാൻ തിങ്സ് he is behaving improperly toward his virgin, if she is past the flower of youth, and thus it must be, let him do what he wishes. He doesn't sin, let them marry. ഇവിടെ ടുവേർഡ് ഹിസ് വെർജിൻ എഴുതിയിരിക്കുന്നു. ചില പരിഭാഷകളിൽ ടുവേർഡ് ഹിസ് വെർജിൻ ഡോട്ടർ എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആശയം കൃത്യമാ, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ഇവിടെ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക്, ഇവിടെ കന്യക എന്ന് പറയുന്നത് മകളെ ഉദ്ദേശിച്ചാണ്. മറ്റ് ചില പരിഭാഷകളിൽ ഫിയാൻസെ അല്ലെങ്കിൽ പ്രതിശ്രുത വധു, ചില പരിഭാഷകളിൽ ടുവേർഡ്സ് ഹിസ് ബിട്രോത്ത്, അതായത് പ്രതിശ്രുതമാക്കപ്പെട്ട അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ അർത്ഥത്തിലല്ല ഈ വേദഭാഗം. മുകളിലുള്ള വേദഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഒരുത്തൻ തന്റെ കന്യകയ്ക്ക്, ഇവിടെ കന്യക എന്ന് ഉദ്ദേശിക്കുന്നത് തന്റെ മകളെ ഉദ്ദേശിച്ചാ പറഞ്ഞിരിക്കുന്നത്.
അവൾക്ക് വിവാഹപ്രായമായാൽ അവളുടെ വിവാഹത്തിന് പിതാവ് മുൻകൈ എടുക്കണം. മകൾ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുകയും തക്കതായ ആൾ ഉണ്ടാകുകയും ചെയ്താൽ പിതാവ് അത് അനുവദിക്കണം. സ്തോത്രം. 36 വാക്യത്തിൽ വീണ്ടും ആ കൺഫ്യൂഷൻ തുടരും. ആ വാക്യം വായിച്ചാട്ട്. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. ഇവിടെ വായിക്കുന്നത് അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. അവൻ ദോഷം ചെയ്യുന്നില്ല, അതായത് ഈ കന്യകയുടെ പിതാവ് ദോഷം ചെയ്യുന്നില്ല. അതായത് മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നത് വഴി ഈ കന്യകയുടെ പിതാവ് ദോഷം ചെയ്യുന്നില്ല. അവർ വിവാഹം ചെയ്യട്ടെ, അതായത് മകളും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പുരുഷനും വിവാഹം ചെയ്യട്ടെ. ചുരുക്കി പറഞ്ഞാൽ കന്യകയ്ക്ക് വിവാഹപ്രായമാകുമ്പോൾ അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ പിതാവിനും ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നിയാൽ മകൾക്ക് യോജിച്ച ആളിന് വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. സ്തോത്രം. 37 വാക്യം. എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇംഗ്ലീഷ് പരിഭാഷകളിൽ വായിക്കുന്നത്. എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചു എങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. ഈ വാക്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അക്കാലത്തെ ജീവിത രീതി എന്തായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുക. ആദിമകാലങ്ങളിൽ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ പെൺമക്കൾ പരിപൂർണമായും പിതാവിന്റെ അധീനതയിലായിരുന്നു. സ്തോത്രം. ആദിമ നൂറ്റാണ്ടിൽ ഇത് എഴുതുന്ന സമയത്ത് യഹൂദന്മാരുടെയും അതുപോലെ ക്രിസ്ത്യാനികളുടെയും ഇടയിൽ പെൺമക്കൾ പൂർണ്ണമായിട്ടും പിതാവിന്റെ അധീനതയിലായിരുന്നു, അല്ലെങ്കിൽ കസ്റ്റഡിയിലായിരുന്നു. അതുകൊണ്ട് പിതാവായിരുന്നു അവരെ വിവാഹം കഴിപ്പിക്കണോ അതോ നിത്യകന്യകയായിട്ട് തുടരണോ എന്ന് തീരുമാനിക്കുന്നത്. പിതാവ് തീരുമാനിക്കും കല്യാണം കഴിപ്പിക്കണോ അതോ വീട്ടിൽ നിർത്തണോ. കാലത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. തന്റെ മകളെ നിത്യകന്യകയായിട്ട് സമർപ്പിച്ച ശേഷം പിന്നീട് അവൾക്ക് ഒരു പുരുഷനോട് സ്നേഹം തോന്നുകയും വിവാഹം കഴിക്കുന്നതിന് അതിയായ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്താൽ പിതാവിന് മകളുടെ കന്യകാത്വത്തെക്കുറിച്ചുള്ള തന്റെ തീരുമാനം മാറ്റുകയും പ്രായം അധികമായാലും അവളെ വിവാഹം കഴിപ്പിച്ച് നൽകുവാൻ തീരുമാനിക്കുകയും ചെയ്യാം. പിതാവ് അപ്രകാരം ഒരു തീരുമാനം എടുത്ത് കല്യാണം കഴിപ്പിക്കുന്നില്ല. എന്നാൽ പിന്നീട് തന്റെ മകൾക്ക് ഒരു പുരുഷനോട് സ്നേഹം തോന്നുകയും കല്യാണം കഴിക്കുവാൻ അവൾക്ക് താല്പര്യമുണ്ടാകുകയും ചെയ്താൽ തന്റെ തീരുമാനം മാറ്റാം. ഇവിടെ വീണ്ടും ഞാൻ ന്യൂ KJV-യിലെ അതിന്റെ പരിഭാഷ വായിക്കുന്നു. 37 വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: Nevertheless, he who stands steadfast in his heart
having no necessity, but has power over his own will, and has so determined in his heart that he will keep his virgin does well. ഞാനത് വായിച്ചതിന്റെ കാരണം ഇവിടെ കന്യക എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷില് ന്യൂ KJV-യില് ഹിസ് വെർജിൻ എന്നാണ്. ചില പരിഭാഷകളിൽ വളരെ കൃത്യമായിട്ട് ഹിസ് ഓൺ വെർജിൻ ഡോട്ടർ എന്നെഴുതിയിട്ടുണ്ട്. ഇവിടെയും കന്യക എന്ന് പറയുന്നത് മകളെ ഉദ്ദേശിച്ചാണ്. ഫിയാൻസെ അല്ലെങ്കിൽ ബിട്രോത്ത് അല്ലെങ്കിൽ പ്രതിശ്രുത വധു എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്. ചില പരിഭാഷകളിൽ ഈ വാക്കുകൾ കാണുവാൻ തക്കവണ്ണം കഴിയും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല ട്രാൻസ്ലേഷനുകൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു വാക്യമായത്. കണ്ടിന്യൂ ചെയ്യാം. 38-ാമത്തെ വാക്യം. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിക്കുന്നത് നന്ന്, വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞ ആ കാര്യം ഒന്നുകൂടെ, അത് പിതാവാണെന്ന് നമുക്ക് ഒരു പടി കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. ഞാൻ ന്യൂ KJV വീണ്ടും വായിക്കുന്നു. So then he who gives her in marriage does well, and the one who does not give her in marriage will do better. So അങ്ങനെ എങ്ങനെ മുകളിൽ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ ഒരുത്തൻ തന്റെ കന്യകയെ, ഇവിടെയും ഹിസ് ഓൺ വെർജിൻ ഡോട്ടർ എന്ന് വീണ്ടും ചില പരിഭാഷകൾ കാണുവാൻ തക്കവണ്ണം കഴിയും. വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. ഇവിടെ വിവാഹം കഴിക്കുകയും കഴിക്കാതിരിക്കുകയുമല്ല, മറിച്ച് കഴിപ്പിക്കുകയും കഴിപ്പിക്കാതിരിക്കുകയുമാണ്. അതൊരു പിതാവല്ലേ ചെയ്യുന്നത്? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനല്ലല്ലോ. വിവാഹം കഴിപ്പിക്കുന്നതും കഴിപ്പിക്കാതിരിക്കുന്നതും പിതാവല്ലേ? വളരെ വ്യക്തമാണ്. ഇത് പിതാവിനോട് ബന്ധപ്പെട്ടാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്തില് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കഴിപ്പിക്കുക കഴിപ്പിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ട് പോയപ്പോഴും നമുക്കൊരു സന്ദേശം ഇതിനകത്തിലുണ്ട്. മകളെ വിവാഹം കഴിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ ഒരു പിതാവിന് സ്വാതന്ത്ര്യമുണ്ട്. അക്കോർഡിംഗ് ടു ബൈബിൾ. എന്നാൽ ഭരണഘടന പ്രകാരം ഇഷ്ടമുള്ള 2 പേർക്ക് വിവാഹം കഴിക്കാം പ്രായപൂർത്തിയായാൽ. ആരുടെ അനുവാദം വേണ്ട. 18, 21 ആയാൽ വിശ്വാസികളായ കുഞ്ഞുങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളെക്കാൾ ലോകം കണ്ടവരും ലോകത്തെ അറിഞ്ഞവരുമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. സ്തോത്രം. വിശ്വാസികളായ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നു, വിശ്വാസികളായ മാതാപിതാക്കന്മാർ, നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാർ,
മറ്റാരും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ. അവർ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല അവരുടെ പരിഗണന, നിങ്ങളുടെ ആത്മീയ വിഷയങ്ങളെയും ഓർത്ത് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾക്ക് മുൻപ് പറഞ്ഞ ദൈവമുള്ള തലമുറ കർത്താവിന്റെ വരവ് വരെ നിലനിൽക്കുവാൻ തക്കവണ്ണം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവം കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു, ദൈവം കഴിഞ്ഞാൽ മറ്റാരേക്കാളും ഉപരി നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ മാതാപിതാക്കളാ. അത് നിങ്ങൾ ഓർത്തുകൊള്ളണം എപ്പോഴും. ദൈവം കഴിഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാ. ഇന്നലെ കണ്ട ഒരാളിന്റെ കൂടെ ഇറങ്ങിപ്പോയി. ജസ്റ്റ് ഒരു ഫോൺ കോളിൽ കൂടി തീരുന്നതല്ല ആ ബന്ധം, ഓർത്തുകൊള്ളണം. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ചില സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരുത്തനെ കണ്ടു, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു. ഇന്ന് കേട്ടില്ലേ? അവളെയും കൊന്നു, അവനും ചത്തു. സ്തോത്രം. ഇന്നലെ പരിചയപ്പെട്ട ഒരാളിന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഒരു ഫോൺ കോളിൽ തീരുന്നതാണോ ആ ബന്ധം? കേൾക്കുന്നുണ്ടോ? ചിലപ്പോൾ റെക്കോർഡഡ് മെസ്സേജ് ആണോ എന്ന് ചിലപ്പം മാതാപിതാക്കൾക്ക് തോന്നിപ്പോകും അല്ലേ? ഇതുവരെ ചെയ്ത സേവനങ്ങൾക്ക് നന്ദി. ചിന്തിക്കാൻ പറ്റുമോ ഇത് കേൾക്കുമ്പോ? മോനാ മോളാ പറയുന്നേന്ന്. ഇനി എന്നെ മറന്നേക്കൂ, ഇന്നു മുതൽ എന്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആളുണ്ട്, ഇതുവരെ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നന്ദി. സ്തോത്രം. വചനപ്രകാരം ഞാൻ പറയുന്നു, ഒരു മകളെ വിവാഹം കഴിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ ഒരു പിതാവിന് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആ സ്വാതന്ത്ര്യം മകളോ അവളുടെ മാതാവോ ഓവർടേക്ക് ചെയ്യാതിരിക്കുന്നത് ആ ഭംഗി. കുടുംബത്തിലെ നാഥനായ പിതാവിനെ നോക്കുകുത്തിയാക്കുന്നത് നല്ല കാര്യമല്ല. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് പോയി. 1-2 പേരെ ആ കല്യാണത്തിന് ഉണ്ടായിരുന്നു. അമ്മയും മോളും ഗൾഫിലാ, അപ്പൻ പാവം നാട്ടില. അപ്പനായതുകൊണ്ട് കൊണ്ടുവന്നു എന്ന രീതിയിലാണ് എനിക്ക് കണ്ടപ്പോ തോന്നിയത്. നാട്ടുകാർ ചോദിക്കുമല്ലോ, പുള്ളി പാനും കോട്ടൊക്കെ ഇടിച്ച് അവിടെയൊക്കെ നടക്കുന്നു, പുള്ളിക്ക് ഒരു റോളും ഇല്ല. സദസ്സിലും ആളുകളുടെ ഇടയിലും അമ്മയുടെ സാന്നിധ്യമായിരുന്നു നിറഞ്ഞു നിന്നത്. ഏറ്റവും അവസാനം ഈ പാസ്റ്റർമാർക്കും അവിടെ വന്ന ആളുകൾക്കൊക്കെ കവർ കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് നിന്ന പാസ്റ്ററിനോട് വന്ന് ചോദിച്ചത് എത്ര കൊടുക്കണമെന്നൊക്കെ. അതും അമ്മാമ്മയാ ചെയ്ത്. ഞാൻ വിചാരിച്ചു പോട്ടെ, ഇനി ആ കവറെങ്കിലും പുള്ളി ഏൽപ്പിക്കുമെന്ന് വിചാരിച്ചു. ആ കവറും അമ്മാമ്മയാ കൊണ്ട് കൊടുത്തത്. അപ്പൊ ആ അവിടേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു വിസിറ്ററിന്റെ കൂട്ട്. ഞാൻ പറഞ്ഞു വന്നത്,
പിതാവിനൊരു സ്ഥാനമുണ്ട് കുടുംബത്തിൽ. വചനവും ഈ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഈവൻ മകളെ വിവാഹം കഴിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുവാൻ പിതാവിന് സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്ത് മുൻപോട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പിതാവിനെ ഓവർടേക്ക് ചെയ്യരുത്. അത് നല്ല കാര്യമല്ല. സ്തോത്രം. 38 വാക്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചിട്ട്. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. സ്തോത്രം. ഇവിടെ വിവാഹം എന്ന് പറയുന്നത് അത് പാപമോ അവിവാഹിതാവസ്ഥ വിശുദ്ധിയുടെ ഏറ്റവും ഉയർന്ന പടിയോ അല്ല. വിവാഹം യുക്തമായിട്ട് തീരുമാനിക്കേണ്ടതാണ്. കല്യാണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് അങ്ങ് വിശുദ്ധനാകുന്നില്ല. അത് വിശുദ്ധിയുടെ ഉയർന്ന പടിയായിട്ടൊന്നും ആരും കരുതരുത് കല്യാണം കഴിക്കാതിരിക്കുന്നത്. ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ തന്റെ പിതാവിന്റെ തീരുമാനത്തിന് കുടുംബം പ്രാമുഖ്യം കൊടുക്കുക. മക്കളായാലും അമ്മയായാലും അതാണ് അതിന്റെ ഒരു രീതി. അതാണ് നല്ലത്. വചനവും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. 39, 40 വേദഭാഗങ്ങൾ വിധവമാരുടെ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. 39 വാക്യം. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 2. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. അതിന്റെ കാരണം എന്താ? രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലുള്ള വിവാഹം കുടുംബത്തിലും അതുപോലെ സഭയിലും അനേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ശരിയാകുകയില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് മരിച്ചു പോയാൽ ഒരു സ്ത്രീ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവരുമായിട്ട് മാത്രമേ പിന്നീട് വിവാഹം കഴിപ്പാൻ പാടുള്ളൂ. ഈ 39-ാമത്തെ വാക്യം വിധവമാരുടെ പുനർവിവാഹത്തെ പറ്റി കൊരിന്ത്യർ പൗലോസിനോട് ചോദിച്ചതിന്റെ മറുപടിയാകാം. സ്തോത്രം. കൊരിന്ത്യ സഭ പൗലോസിന് അയച്ച എഴുത്തിന്റെ മറുപടിയായത്. അപ്പൊ ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യം, വിധവമാരുടെ പുനർവിവാഹത്തെ പറ്റി കൊരിന്ത്യ സഭ അപ്പോസ്തലനായ പൗലോസിനോട് എഴുതി ചോദിച്ചതിന്റെ മറുപടിയാകാം 39-ാമത്തെ വാക്യം. 40-ാം വാക്യം. എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എന്റെ അഭിപ്രായം. ദൈവാത്മാവ് എനിക്കും ഉണ്ട് എന്ന് തോന്നുന്നു. എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എന്റെ അഭിപ്രായം.
ദൈവാത്മാവ് എനിക്കുമുണ്ട് എന്ന് തോന്നുന്നു. എന്താ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവളെന്ന് എന്റെ അഭിപ്രായം. അതായത് ആ വിധവ പുനർവിവാഹം കഴിക്കാതെ തനിയെ പാർക്കുന്നതാണ് ഏറെ ഉചിതം. എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എന്റെ അഭിപ്രായം. വിവാഹം എന്ന സങ്കീർണവും പ്രയാസമുള്ളതുമായ വിഷയത്തിൽ തന്റെ അഭിപ്രായം ആത്മപ്രേരിതമാണ് എന്ന് പൗലോസ് അവകാശപ്പെടുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവാത്മാവ് എനിക്കുമുണ്ട് എന്ന് തോന്നുന്നു എന്നെഴുതിയത്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. ഇത് ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഈ വായിക്കുന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പൗലോസ് ഇത് എഴുതി വെച്ചില്ലായിരുന്നു, നമ്മൾ എന്തോ ഇതന്നെയായിരുന്നു. വിവാഹത്തോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പൗലോസ് ഇവിടെ മറുപടി പറയുന്നില്ലേ, എല്ലാ സംശയങ്ങൾക്കും. ഇതൊക്കെ ഈ ലേഖനത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പ്രമാണിക്കും? അപ്പോസ്തലിക ഉപദേശങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു ആധാരം ജീവിക്കുവാൻ? ഇതൊക്കെയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവാത്മാവ് ഉണ്ട് എന്ന് എനിക്കും തോന്നുന്നു. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം, പ്രയാസമുള്ളതായ ഒരു വിഷയം. ആ വിഷയത്തിൽ തന്റെ അഭിപ്രായം ആത്മപ്രേരിതമാണെന്ന് പൗലോസ് അവകാശപ്പെടുന്നു. സ്തോത്രം. കൊരിന്ത്യരിൽ ഈ വിഷയങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കുവാൻ കഴിവുള്ള, ആത്മികരാണെന്ന് നടിക്കുന്ന ചിലരുണ്ടായിരുന്നു. പൗലോസിനേക്കാളും വലിയ പുള്ളികൾ അവിടെ ഉണ്ടെന്ന് അവകാശപ്പെട്ട അല്ലെങ്കിൽ നടിക്കുന്ന ചിലർ കൊരിന്തിലുണ്ടായിരുന്നു. കൊരിന്ത്യ ലേഖനം 14 അധ്യായം 37 വാക്യം. 1 Corinthians chapter 14 verse 37. താൻ പ്രവാചകൻ എന്നോ ആത്മികൻ എന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാവുന്നുവെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ആ വാക്യം ഒന്ന് ശ്രദ്ധയോട് വായിച്ചാട്ട്. താൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ പൗലോസായ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നുവെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ആര്? അങ്ങനെ തോന്നുന്നവന്. അപ്പോസ്തലനായ പൗലോസ് അവരിൽ ഒട്ടും കുറയാത്ത ആളാണെന്ന ധ്വനിയാണ് ഈ വാക്യത്തിൽ. ഞാൻ ഈ എഴുതിയതൊക്കെയും സ്വന്തമായിട്ട് എഴുതിയതല്ല, ഇത് ആത്മപ്രേരണമാണ്. കൊരിന്തിൽ ഒത്തിരി പുള്ളികൾ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ളവരും അല്ലെങ്കിൽ ആത്മീകരാണെന്ന് നടിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് മറുപടി നൽകുന്നു. താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ആയ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നുവെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ചുമ്മാ എഴുതിയതല്ല എന്ന്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണെന്ന് സാരം. സ്തോത്രം. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 7 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിവാഹത്തോടുള്ള ബന്ധത്തിൽ. ഒന്നാമത്തെ ചോദ്യം, മാനസാന്തരത്തിന് ശേഷം വൈവാഹിക ബന്ധം തുടരാമോ?
മാനസാന്തരത്തിന് ശേഷം വൈവാഹിക ബന്ധം തുടരാമോ? എന്താ ഉത്തരം? യെസ്, തുടരാം, തുടരണം. സ്തോത്രം. ഒരാൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം നീ എനിക്ക് സ്വർഗത്തിൽ പോകണം, നീ വീട്ടിൽ പോക്കോ, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആ വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അവർ ഒരുമിച്ച് ജീവിക്കണം, അവർ കടപ്പാടുകൾ നിർവഹിക്കണം. അതിനാധാരമായിട്ട് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞു, മാനസാന്തരത്തിന് ശേഷം വൈവാഹിക ബന്ധം തുടരുവാൻ തക്കവണ്ണം വൈവാഹിക ബന്ധം തുടരാമോ? ആദ്യത്തെ ചോദ്യം. ഉത്തരം യെസ്, തുടരാം, അവരത് തുടരണം. രണ്ടാമത്തെ ചോദ്യം, അവിവാഹിതർ വിവാഹം കഴിക്കാമോ? എന്താണ് ഉത്തരം? എല്ലാം കൂടി വായിച്ചതിന് ശേഷം കഴിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയുണ്ടോ? അവിവാഹിതര് വിവാഹം കഴിക്കാം, സ്തോത്രം. പക്ഷേ അവിവാഹിത അവസ്ഥ പൗലോസ് പിന്താങ്ങുന്നു. പല കാരണങ്ങളും നമ്മൾ അതിലുള്ള ബന്ധത്തിൽ ചിന്തിച്ചു, സ്തോത്രം. അതിന്റെ 8, 9 വേദഭാഗങ്ങൾ അതിനാധാരം. പൗലോസ് പിന്നെയും അവിടെ ഓർമ്മിപ്പിക്കുന്നു, ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിൽ വിവാഹം ചെയ്തോണം. പ്രത്യേകമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു, സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, അവിവാഹിതർ വിവാഹം കഴിക്കാമോ? കഴിക്കാം. അപ്പോസ്തലനായ പൗലോസ് പക്ഷേ അവിവാഹിത അവസ്ഥയെ പിന്താങ്ങുന്നു. പക്ഷേ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിൽ അവൻ വിവാഹം ചെയ്യട്ടെ. മൂന്നാമത്തെ ചോദ്യം, ക്രിസ്ത്യാനികൾക്ക് വിവാഹമോചനം അനുവദനീയമോ? ക്രിസ്ത്യാനികൾക്ക് വിവാഹമോചനം അനുവദനീയമോ? ഉത്തരം നോ. 10, 11 വേദഭാഗങ്ങൾ. അവിടെ ഉപേക്ഷണം അനുവദിക്കപ്പെടാതിരുന്ന ആദിയിലേക്ക് പോകുവാൻ കർത്താവും കൽപ്പിക്കുന്നു. മോശയുടെ എക്സാമ്പിൾ ഒക്കെ അവർ ഒന്ന് പറയുന്നുണ്ടല്ലോ, ന്യായപ്രമാണമൊക്കെ പറഞ്ഞിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനുള്ള മറുപടി പറഞ്ഞത്, നിങ്ങൾ ആദിയെങ്കിലേക്ക് പോകുക. എന്തുവാ ദൈവം പറഞ്ഞേ? അവിടേക്ക് പോ. സ്തോത്രം. നാലാമതായിട്ട്, വിവാഹ പങ്കാളികളിൽ ഒരാൾ മാനസാന്തരപ്പെട്ടാൽ വിവാഹബന്ധം തുടരാമോ? വിവാഹ പങ്കാളികളിൽ ഒരാൾ മാനസാന്തരപ്പെട്ടാൽ വിവാഹബന്ധം തുടരാമോ? ഉത്തരം യെസ്, തുടരാം. 12 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിനുള്ള ഏക ന്യായം അവിശ്വാസിയെ കൂടെ നേടാമെന്നുള്ള പ്രത്യാശ ഞാനൊന്ന് പറഞ്ഞു. ആ വേദഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ കല്യാണം കഴിച്ചാൽ അതിനുള്ള ഏക ന്യായം നമുക്ക് പറയുവാൻ തക്കണം കഴിയുന്നത് അവിശ്വാസിയെ കൂടെ നേടാം. ആ പ്രത്യാശ, ഉറപ്പൊന്നുമില്ല. അവിടെ നാം പഠിച്ച ഒരു ഭാഗമുണ്ടല്ലോ, ഹോളിനെസ് ബൈ അസോസിയേഷൻ, സംസർഗം മൂലമുള്ള വിശുദ്ധി. അപ്പോൾ നാലാമത്തെ ചോദ്യം, വിവാഹ പങ്കാളികൾ ഒരാൾ മാനസാന്തരപ്പെട്ടാൽ വിവാഹബന്ധം തുടരാമോ? യെസ്. അഞ്ചാമത്തെ ചോദ്യം, മാനസാന്തരം ധാർമ്മികവും ആത്മികവുമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ബാഹ്യമായ മാറ്റം ആവശ്യപ്പെടുന്നുണ്ടോ? മാനസാന്തരം എന്നത് ധാർമ്മികവും അതുപോലെ ആത്മികവുമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ബാഹ്യമായ മാറ്റം ആവശ്യപ്പെടുന്നുണ്ടോ? ഉത്തരം, പൗലോസ് അവതരിപ്പിച്ച 3 വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നോ. എന്നാൽ
ബാഹ്യമായ എന്ന പദം മിസ്ഇന്റർപ്രറ്റ് ചെയ്യരുത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്. അത് തോന്നിയ പോലെ നടക്കാനുള്ള ലൈസൻസ് അല്ല. രക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ രക്ഷിക്കപ്പെട്ടവനാണെന്ന് തോന്നണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് രക്ഷിക്കപ്പെട്ടവൻ പുറജാതി. ഇത് വിവാഹത്തോടുള്ള വിഷയമാണ്, വിവാഹത്തിന്റെ ബന്ധത്തോടുള്ള വിഷയമാണ്. രക്ഷിക്കപ്പെട്ടവൻ പുറജാതി. രണ്ടാമത്തേത് പരിച്ഛേദന അഗ്രചർമ്മം. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരുവൻ വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിച്ചു പോകണമെന്നല്ല പറയുന്നത്. പരിച്ഛേദന അഗ്രചർമ്മത്തോടുള്ള ബന്ധത്തില് അഗ്രചർമ്മിയായവൻ പരിച്ഛേദന ചെയ്യാൻ പോണ്ട, പരിച്ഛേദന ചെയ്യുവാൻ വീണ്ടും അവന്റെ ശരീരത്തിന് മുറിവുകൾ മാറ്റാൻ പോണ്ട. അതാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നീട് ദാസൻ സ്വതന്ത്രൻ. ദാസനായവൻ ക്രിസ്ത്യാനിയായിട്ട് സ്വതന്ത്രനായാലേ പറ്റൂ, കർത്താവിനെ ആരാധിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റൂ എന്നുള്ള ചിന്താഗതിയിൽ നടക്കണ്ട. അവൻ ദാസനാണെങ്കിൽ ദാസനായി തന്നെ നടന്നോട്ടെ. സ്വതന്ത്രനാക്കിയാൽ അവന് സ്വതന്ത്രനാകാം, ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരട്ടെ. ചോദ്യം, മനസാന്തരം എന്നത് അത് ധാർമ്മികവും ആത്മീകവുമായിട്ടുള്ള മാറ്റമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാഹ്യമായിട്ടുള്ള മാറ്റം ആവശ്യപ്പെടുന്നുണ്ടോ? പൗലോസ് അവതരിപ്പിച്ച 3 വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നോ. പക്ഷേ ബാഹ്യമായ എന്ന പദം വികലമായി വ്യാഖ്യാനിക്കരുത്. അത് തോന്നിയ പോലെ നടക്കാനുള്ള ലൈസൻസ് അല്ല. മാനസാന്തരപ്പെട്ടവനെ കണ്ടാൽ മാനസാന്തരപ്പെട്ടവനാണെന്ന് തോന്നണം. ദൈവത്തിന് സ്തോത്രം. ആറാമതായിട്ട്, ലോകത്തിലെ കഷ്ടത നിമിത്തം വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതല്ലേ? ലോകത്തിലെ കഷ്ടത നിമിത്തം വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതല്ലേ? ഉത്തരം യെസ്. 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നാം പഠിച്ച കാര്യമാണ്. അവിടെ ചിന്താകുലമല്ലാത്തവരായിരിക്കാനും കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിപ്പാനും അതുമൂലം സാധിക്കുന്നു. പൗലോസ് എഴുതുവാനുള്ള സാഹചര്യം നമ്മൾ ഓർത്തിട്ട് വേണം ഈ കാര്യത്തെ പറ്റി ചിന്തിക്കുവാനായിട്ട്. ആ കാലഘട്ടത്തില് ശത്രുക്കളുടെ നടുവിൽ, ഭയത്തിൽ, അവരുടെ മേഴ്സിയിലാണ് അന്നത്തെ വിശ്വാസികൾ കഴിഞ്ഞിരുന്നത്. സ്വയമായി ജീവിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിവാഹം കഴിച്ചാലത്തെ സ്ഥിതി അതിലേറെയാ. അതൊരു കാരണമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലോകത്തിലെ കഷ്ടത നിമിത്തം വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതല്ലേ? യെസ്. കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാനും കൂടുവാനും ഒക്കെ തന്നെയാണെങ്കിൽ സാധിക്കുമെന്ന് സാരം. പക്ഷെ അത് എഴുതുവാനുള്ള സാഹചര്യം കൂടി നാം മനസ്സിലാക്കുക. സ്തോത്രം. ഏഴാമതായിട്ട്, ഒരു ക്രിസ്തീയ വിധവ പുനർവിവാഹം ചെയ്യാമോ? ഒരു ക്രിസ്തീയ വിധവ പുനർവിവാഹം ചെയ്യാമോ? ഉത്തരം യെസ്, ചെയ്യാം. അതിന്റെ 39-40 വേദഭാഗങ്ങൾ അവിടെ നാം ഇന്ന് പഠിച്ചു. കർത്താവിൽ വിശ്വസിച്ചവനുമായിട്ട് മാത്രം അവൾക്ക് പുനർവിവാഹം ചെയ്യാം. എന്നാൽ അവിവാഹിതയായി തുടരുന്നത് ഏറെ നല്ലത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതോടുകൂടി ഈ 7-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വിവാഹം എന്ന വിഷയമാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിച്ചത്. ഈ കേട്ട വചനങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമാകട്ടെ എന്ന് കരുതുന്നു. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിവാഹം കഴിക്കുവാനായി പോകുന്നവരുടെയും ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ ഈ വചനങ്ങള് ഹല്ലേലൂയ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.